കാരണം അവരുടെ ഒരു പ്രത്യേകത സൂറത്തു സുമറിലെ 23 അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പറയുന്നുണ്ട്. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസി കിതാബൻ മുതശാബിഹൻ മസാനി തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരികയാണ്. റഹ്മാനായ റബ്ബ് മനുഷ്യരിൽ കാണാത്തൊരു അടയാളം അങ്ങനെ പറയില്ല. ഒരു പക്ഷേ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റാത്തത് നമ്മിൽ ഈ അടയാളം കാണപ്പെടാത്തത് കൊണ്ടാണ്. പക്ഷേ ഇൻഷാ അല്ലാഹ് നിരന്തരമായ പ്രാർത്ഥനയും നിരന്തരമായ പാരായണവും അള്ളാഹുവും റസൂലും പഠിപ്പിച്ച രൂപത്തിലുള്ള ആ തരീഖിലൂടെ നമ്മൾ സഞ്ചരിച്ചാൽ ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ഗായത്തിലെത്താൻ പറ്റും. സ്വഹാബികൾ ഒരു ലക്ഷ്യത്തിലെത്തിയത് റസൂല് വരച്ച് കാണിച്ച വഴിയിലൂടെ സഞ്ചരിച്ചപ്പോഴാണ്. നമ്മുടെ റൂട്ട് തെറ്റിയിട്ടാണ് നമുക്ക് ഈ ഗായത്തിലെത്താൻ പറ്റാത്തത്. അതെത്തും ഇൻഷാ അല്ലാഹ്. എപ്പോഴെന്ന് ചോദിച്ചാൽ സ്വഹാബികളും താബീങ്ങളും തബൂ താബീങ്ങളും വിട്ടേച്ചു പോയ ഒരു മൻഹജുണ്ട്. ആ വഴിയിലൂടെ നിങ്ങളൊന്ന് ഖുർആൻ മനസ്സിലാക്കി നോക്കൂ, ആ വഴിയിലൂടെ ഒന്ന് സുന്നത്ത് പഠിച്ചു നോക്കൂ, ആ വഴിയിലൂടെ ഒന്ന് ദീന് പഠിച്ചു നോക്കൂ. ഇതേ ഗായത്തിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് എത്താൻ പറ്റും. എന്താണ് അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? പരിശുദ്ധ ഖുർആനിൻ്റെ ഒരു പ്രത്യേകത അള്ളാഹുവിനെ ഭയപ്പെടുന്നവരുടെ തൊലികൾക്കൊരു വിറയലുണ്ടാവുന്ന, ഈ രോമമൊക്കെ എടുത്തു പിടിക്കാൻ നമ്മൾ പറയും, അതേപോലെ തന്നെ ശരീരത്തിൽ ഒരു പ്രത്യേക വിറയൽ അനുഭവപ്പെടും. അള്ളാഹുവിൻ്റെ റസൂൽ രാത്രിയിൽ നമസ്കരിക്കുമ്പോൾ ഹൃദയത്തിൽ നിന്ന് അടുപ്പത്ത് വെച്ച വെള്ളം തിളയ്ക്കുന്നത് പോലെ ഒരു ശബ്ദമുണ്ടായിരുന്നു എന്നാണ്. അതെങ്ങനെയാണ് അതുണ്ടായത്? ഈ ആയത്തുകളിലൂടെ മനസ്സെങ്ങനെ ആണ്ട് പോകുമുണ്ടാവുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹയോട് ഒരു ദിവസം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ആയിഷ, ഇന്നത്തെ രാത്രി നിനക്ക് അവകാശപ്പെട്ടതാണെങ്കിലും ഞാൻ ഇബാദത്ത് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു, നിൻ്റെ സമ്മതം നീ എനിക്ക് തരുമോ? ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, നിങ്ങളുടെ കൂടെ ഒരു രാത്രി എന്ന് പറഞ്ഞാൽ കുറേ ആളുകൾ കഴിഞ്ഞാണല്ലോ എനിക്ക് കിട്ടുന്നത്, എനിക്കത് ഇഷ്ടമാണ്, എന്നാലും നിങ്ങളുടെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം, അതുകൊണ്ട് നിങ്ങൾ ഇബാദത്ത് ചെയ്തോളൂ. എന്നിട്ട് ആയിഷ റളിയല്ലാഹു തആല അൻഹ നോക്കുകയാണ് എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ ഖുർആൻ ഓതി കരയുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ആദ്യം കവിള് നനഞ്ഞു, പിന്നെ താടി, പിന്നെ ഡ്രസ്സ്, പിന്നെ നിൽക്കുന്ന നിലം പോലും കണ്ണുനീരുകൊണ്ട് കുതിർന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം. സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ്. പിന്നെ അവരുടെ ഹൃദയവും അവരുടെ തൊലികളും അള്ളാഹുവിൻ്റെ ദിക്റിലേക്ക് വിനയപ്പെട്ടു വരുന്നതാണ്. അങ്ങനെ വിനയപ്പെടുന്ന ഒരു ഖുർആനിൻ്റെ ഖാരിഇ, ആ ഖുർആനിൻ്റെ പാരായണക്കാരനിൽ ഒരിക്കലും പ്രിയപ്പെട്ടവരെ അനാവശ്യമായതും വ്യർത്ഥമായതുമായ ഒന്നും കാണുക സാധ്യമല്ല.